ഹലോ ഹായ് ഡിയേഴ്സ്, ചിരോട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്ത് മാറ്റി വെക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതേ രൂപത്തിലാണ് നമ്മൾ കുഴച്ചെടുത്ത് മാറ്റി വെക്കേണ്ടത്. ഡോ തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം ഇത് ഞാനൊരു 4 ഭാഗമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു ഡോ തയ്യാറാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ നന്നായിട്ട് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും കൂടുതൽ നൈസാവണം. അതിനുശേഷം ഞാനിവിടെ ഇതിന് മുകളിലായിട്ട് കുറച്ച് മൈദ തൂവിയിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി എടുത്ത് വെക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ലെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ പരത്തി എടുത്ത് വെച്ച എല്ലാം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഓരോ പരത്തി വെച്ച് നമ്മളെ ആ ഒരു ചപ്പാത്തീൻ്റെ ആ ഒരു ഇതിനകത്തും നമ്മൾ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ മൈദ നേരത്തെ തൂവി വെച്ചത് ഇതിനാണ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ മടക്കി വെച്ചത്. അപ്പം ഞാൻ 4 എണ്ണം ഇതുപോലെ ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ഏകദേശം എല്ലാം ഒരുപോലെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് ഒരു നൈഫ് ഉപയോഗിച്ച് ഒരേ രീതിയിൽ നമുക്കൊന്ന് മുറിച്ച് മാറ്റിയെടുത്ത് വെക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. കയ്യിൽ വെച്ച് തന്നെ ചെയ്താൽ മതി. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ എത്രയാണോ അതിൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്കിത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വലിപ്പത്തിലുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വലിപ്പത്തിലുള്ളത് വേണ്ടാന്നുണ്ടെങ്കിൽ ഓരോ ലെയർ പീസ് എടുത്തിട്ട് ഓരോന്ന് ചെയ്താൽ മതി. ഞാനിപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്കാകെ 1.5 കപ്പ് മൈദ മൈദയിൽ ചെയ്തപ്പോൾ 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ചെറിയ നമ്മളെ സൈസ് കുറച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 8 എണ്ണം വരെ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് പരത്തിയെടുക്കുക. അധികം കട്ടി കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പരത്തുന്ന സമയത്ത് മാത്രമേ വെക്കാൻ വേണ്ടി പാടുള്ളൂ, അല്ലെങ്കിൽ എണ്ണ ഓവർ ചൂടായിപ്പോവും. എണ്ണ ഓവർ ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടൂല. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ചിരോട്ടി ആ ഒരു എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ലെങ്കിൽ എന്താവും, മൈദ ആയതുകൊണ്ട് തന്നെ പൂരി പോലെ ഫുള്ളായിട്ട് പൊന്തി വരും. അപ്പോൾ നമുക്ക് ലെയറൊന്നും കിട്ടില്ല. അപ്പോൾ അത് മാത്രമാണ് ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് പെർഫെക്ഷൻ കിട്ടുന്ന ഒരു സംഭവം. ഈ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ നമുക്ക് പതിയെ ഇങ്ങനെ ലെയർ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പതുക്കെ അതേ ഫ്ലെയിമിൽ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിരോട്ടി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഊറ്റിയെടുത്തതിന് ശേഷം നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം ടൈം എടുക്കും ഇതിനകത്ത് നിന്ന് എണ്ണ ഊറി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് എണ്ണ ഊറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇത് ഇങ്ങനെയും കഴിക്കാം, അല്ലാണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത് ഈ ഒരു എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഷുഗർ സിറപ്പിൽ മുക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ
അതും നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മളിത് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ലെയറിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു നല്ല പെർഫെക്റ്റായിട്ട് ആ ഒരു ലെയർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പി ആട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോ തയ്യാറാക്കി ഒരുപാട് നേരം വെക്കുന്നില്ല, അപ്പം തന്നെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു ടൈം മാത്രം മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഏകദേശം എല്ലാം 2 ആയിട്ടുണ്ട്. ബാക്കി 2 കൂടെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം 4 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ഷുഗറിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബദാം പൊടിച്ചതും കൂടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ കാജേൻ്റെ മോഡൽ ഒരു സംഭവമാകും കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ അതാകുമ്പം നമ്മൾ പഞ്ചസാര കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇതാകുമ്പം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം മതി. അപ്പോൾ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റിയിട്ട് ഉപയോഗിച്ച് നോക്കിക്കോളാം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിരിക്കും ഇത്. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഡിയേഴ്സ്.